ജിമ്മി ജെയിംസ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കൂടിയാണ് ഈ സിനിമ. അതിൽ അവസാനം വന്നിരിക്കുന്ന തീരുമാനം, ആ തീരുമാനം ഒരു പോസിറ്റീവ് തീരുമാനമാണെന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാനും പറ്റില്ല. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം അപകടത്തിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഈ സിനിമയുടെ സെൻസർ ബോർഡ് പറഞ്ഞ കട്ടുകൾ, അതിന് പറഞ്ഞ കാരണം, അത് എനിക്ക് തോന്നുന്നില്ല ഈ സെൻസർ ബോർഡിനെയോ അവരെ നിയമിച്ച കേന്ദ്ര സർക്കാരിനെയോ അനുകൂലിക്കുന്നവർ പോലും ഇതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുമെന്ന്. അപ്സൈഡാണ്. ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതൊരു പഴയ നാടകമാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഭാരതേന്ദു ഹരിചന്ദ്രൻ്റെ ഒരു നാടകമുണ്ട്. അത് അന്ധേരി നഗരി എന്നാണ് എൻ്റെ പേര്. ഒരു നാട്ടിൽ ഒരു ചുമരിടിഞ്ഞ് ഒരു ആട് മരിക്കുന്നു. അപ്പോൾ അയാൾ പോയിട്ട് ആടിൻ്റെ ഉടമസ്ഥൻ പോയിട്ട് പരാതി പറയാൻ രാജാവിനടുത്ത്. അപ്പോൾ ഭിത്തിയുടെ ഈ ചുമരിൻ്റെ ഉടമസ്ഥനെ പിടിച്ചുകൊണ്ട് വരും. അയാൾ പറയുന്നത് എൻ്റെ കുറ്റമല്ല, മതിലുണ്ടാക്കിയവൻ്റെ കുറ്റമാണ്. അയാളെ പിടിച്ചുകൊണ്ട് വരുന്നു. അയാൾ പറയുന്നു എൻ്റെ കുറ്റമല്ല, അത് ഇഷ്ടിക ഉണ്ടാക്കിയ മതിൽ ഇഷ്ടിക ഉണ്ടാക്കിയ ആളുടെ കുറ്റമാണ്. ശരി, അയാളെ കൊണ്ടുവരും. ഇവരെല്ലാവരും തൂക്കിക്കൊല്ലാനാണ് വിധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ കുഴപ്പമല്ല, ഇഷ്ടിക ഉണ്ടാക്കാനായിട്ട് മണ്ണ് കുഴച്ചവൻ അവൻ്റെ കുറ്റമാണ്. എന്നാൽ അയാൾ വരട്ടെ എന്ന് പറയുന്നു. നാടകം ഇങ്ങനെ, ഇത് മൂന്നാം ഭാഗമാണ് ഈ നാടകത്തിൻ്റെ. അപ്പോൾ അയാൾ വന്നിട്ട് പറയുന്നത്, ഞാൻ മര്യാദയ്ക്കാണ് മണ്ണ് കുഴച്ചത്, പക്ഷേ ആ മണ്ണിനകത്തുണ്ടായിരുന്ന വെള്ളം കൃത്യമായിട്ട് ഞാൻ ഒഴിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ചത്തുപോയ ആടുണ്ടല്ലോ, ഈ ആട് വന്ന് ഈ വെള്ളം കുടിച്ചു. അങ്ങനെയാണ് ആ മണ്ണിൻ്റെ കൂട്ട് ശരിയാവാകുന്നത്. അതുകൊണ്ടാണ് ഇഷ്ടിക ശരിയാകാതുന്നത്. ഇഷ്ടിക ശരിയാകാത്തതുകൊണ്ടാണ് മതിൽ മര്യാദയ്ക്ക് വരാതിരുന്നത്. അതുകൊണ്ടാണ് മതിലിടിഞ്ഞത്. അത് ശരി. അപ്പോൾ ആടിൻ്റെ ഉടമസ്ഥനാണ് കുറ്റവാളി. അവൻ തന്നെ വരട്ടെ. അപ്പോൾ കുറ്റവാളിയാണ്, പരാതി കൊടുത്ത ആൾ തന്നെയാണ് ആടിൻ്റെ ഉടമസ്ഥൻ. നീയാണ് ഇതിൻ്റെ ഉത്തരവാദി, നിന്നെ ഞാൻ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. രാജാവിൻ്റെ പേര് ചോപ്പട്ട് രാജ എന്നാണ്. അപ്പോൾ ചോപ്പട്ട് രാജയുടെ ഉത്തരവനുസരിച്ച് എല്ലാവരും ആഘോഷിച്ച് ഈ ആടിൻ്റെ ഉടമസ്ഥനെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ കഴുത്തിൽ കുരുക്കിട്ട് മുറുകുന്നു. അപ്പോഴാണ് പ്രശ്നം. ഈ കുരുക്കിന് പറ്റിയ കഴുത്തല്ല ഇയാളുടേത്. ഇയാൾ മെലിഞ്ഞ മനുഷ്യനാണ്. അപ്പോൾ പിന്നെ നാടകത്തിൻ്റെ അടുത്ത രംഗം എന്ന് പറഞ്ഞാൽ ഈ കുരുക്കിന് പറ്റിയ ഒരു കഴുത്തന്വേഷിച്ച് നടക്കുകയും അങ്ങനെ ഒരാളെ പിടിക്കുന്നതുമാണ്. പിന്നെ നാടകം മുന്നോട്ട് പോകും. ഇതിലും അസംബന്ധമാണ് ഇന്ന് കോടതിയിൽ അരങ്ങേറിയ രംഗങ്ങൾ. കഴിഞ്ഞ കുറേ നാളായി സെൻസർ ബോർഡ് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ. ഈ സിനിമയിൽ മാത്രമല്ല, ജാനകി എന്ന പേരുള്ള മറ്റൊരു സിനിമയുടെ കാര്യവും ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ജാനകി എന്ന പേരുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയെ അവരെ ലൈംഗികമായ അതിക്രമത്തിന് ആകുന്ന ഒരു കഥാപശ്ചാത്തലത്തിൽ അന്യമതസ്ഥൻ കോടതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് പറ്റില്ല എന്ന് പറയാൻ മാത്രം തൊലിക്കെട്ടിയോ മണ്ടത്തരമോ എന്താണ് വിളിക്കണമെന്നറിയില്ല. അത് പറഞ്ഞ ഒരു സെൻസർ ബോർഡ്, ഇന്ത്യയിലെ സെൻസർ ബോർഡ് ശക്തിയുക്തം കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുകയാണ്, വാദിക്കുകയാണ്. നമുക്ക് അസംബന്ധം എന്ന് പറയാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ മാസം റിലീസ് ചെയ്യേണ്ട സിനിമയാണ്. സിനിമ റിലീസായിട്ടില്ല, അടുത്ത ആഴ്ചയാണ്. എൻ്റെ ചോദ്യം, ഇതിലെ ചോപ്പട്ട് രാജ ആരാണ്? ഇതിലെ ചോപ്പട്ട് രാജ സെൻസർ ബോർഡാണോ? ഇതിലെ ചോപ്പട്ട് രാജ സെൻസർ ബോർഡാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ഈ സെൻസർ ബോർഡിനെ മാറ്റാനുള്ള തീരുമാനം എടുക്കേണ്ട ആരായിരുന്നു? അപ്പോൾ അയാളായിരിക്കും സെൻസർ ബോർഡിൻ്റെക്കാൾ മുകളിലുള്ള ആൾ. അയാളായിരിക്കും ചോപ്പട്ട് രാജ. 2017 ഈ സെൻസർ ബോർഡിൻ്റെ പുതിയ ആൾ വരുന്നത്. 2017 ഈ സാധനം വരുമ്പോൾ പ്രസൂൺ ജോഷി എന്ന് പറയുന്ന കവിയാണ് 2017 അതിനു മുമ്പ് പഹ്ലാജ് നിഹ്ലാനി എന്ന് പറയുന്ന ആളാണ് 2015 മുതൽ 2017 വരെ ഉണ്ടായിരുന്നത്. ഇവരുടെയൊക്കെ കാലത്ത് ഇതുപോലത്തെ തമാശ, ഈ നെഹ്ലാനിയുടെ കാലത്തും പ്രസൂൺ ജോഷി 2017 വന്നപ്പോൾ മുതലും ഇതുപോലെ ഒരുപാട് തമാശകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലേറ്റവും ഭയങ്കരം ഈ 15-17 സമയത്താണ് ഉടുത്ത പഞ്ചാബ് എന്ന് പറയുന്ന സിനിമ വരുന്നത്. അപ്പോൾ ഈ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചുള്ള സിനിമയാണ്. അപ്പോൾ പറഞ്ഞ കാര്യം, ഒരു കാരണവശാലും അതിനകത്ത് ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, പഞ്ചാബ് ഒന്നും പറയാൻ പാടില്ല. കഥ തന്നെ അതാണ്. ചോപ്പട്ട് രാജയാണ് ഇതിനകത്ത്, ഈ കഥയിലെ ചോപ്പട്ട് രാജയാണ്. അത് ഉടുത്ത പഞ്ചാബിലെ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചാണ്. ഡ്രഗ്സ് ഒന്നും പറയാൻ പാടില്ല, ഇതൊന്നും പറയാൻ പാടില്ല. അവസാനം പറഞ്ഞ് തർക്കിച്ച് അവസാനം ബോംബെ ഹൈക്കോടതി ഇതെല്ലാം എടുത്തു കളയാൻ പറഞ്ഞു. വളരെ വിചിത്രമായ സെൻസർ കട്ടുകളാണ്. 77 സെൻസർ കട്ടോ മറ്റാണ് ഉടുത്ത പഞ്ചാബിന് അന്ന് നിശ്ചയിച്ചത്. അവസാനം ബോംബെ ഹൈക്കോടതി അവർക്ക് റിലീഫ് കൊടുക്കുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ പഹ്ലാജ് നിഹ്ലാനി ഒരു ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി തന്നെ സമ്മതിച്ചു, ഈ പടം കുറച്ച് സ്ലോ പെഡൽ ചെയ്യാൻ എനിക്ക് നിർദ്ദേശം കിട്ടി. എന്താണെന്ന് പറയുക കാര്യം, ആ സമയത്ത് BJP സഖ്യകക്ഷിയായ സർക്കാരാണ് ഭരിക്കുന്നത്. അടുത്ത വർഷം അവർ ഇലക്ഷനിലേക്ക് പോവുകയായിരുന്നു. അതുകൊണ്ട് ഇത് സ്ലോ പെഡൽ ചെയ്യാൻ എനിക്ക് നിർദ്ദേശം കിട്ടി. എവിടെ നിന്നാണെന്ന് അദ്ദേഹം പറയുന്നില്ല, പക്ഷേ എനിക്ക് നിർദ്ദേശം കിട്ടി. അപ്പോൾ ഒരു ജാനകി അല്ലെങ്കിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ തുടങ്ങുന്നതല്ല. നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അപകടത്തിലാണോ എന്ന് ചോദിച്ചാൽ, ആവിഷ്കാര സ്വാതന്ത്ര്യം അപകടത്തിലായിട്ട് കാലം എത്രയായി? നമ്മൾ എത്രയോ കാലമായി കാണുന്നതാണ്. പണ്ട് ഓർമ്മയുണ്ടോ, ഫയർ, വാട്ടർ, എർത്ത് എന്ന് പറഞ്ഞ മൂന്ന് സിനിമകൾ ഇവിടെ റിലീസ് ചെയ്യാനും അതിൻ്റെ ഷൂട്ടിങ്ങും ബന്ധപ്പെട്ടുണ്ടായ അപകടങ്ങൾ എന്തൊക്കെയായിരുന്നുള്ളത്?
അതിനകത്ത് ഈ രണ്ടാമത്തെ സിനിമയായ വാട്ടർ അവസാനം ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനെക്കുറിച്ച് ആ സംവിധായകയുടെ ദീപാ മേത്തയുടെ മകൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഷൂട്ടിംഗ് വാട്ടർ എന്ന് പറഞ്ഞ്. അതിനകത്ത് വിശദമായി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്ന് വലിയ കലാപം കൊണ്ട സംബന്ധം അന്ന് അധികാരത്തിലില്ല, പക്ഷേ റൈറ്റ് വിങ് ശക്തികൾ വളരെ ഭീകരമായിട്ട് ഇതിനെക്കുറിച്ച് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ, ഈ റൈറ്റ് വിങ് കക്ഷികളെ പ്രധാനപ്പെട്ട ആളുകളെ പ്രധാനപ്പെട്ട സ്ഥലത്ത് പോയി കാണുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ നോവലൊക്കെ കൊള്ളാം, ഞങ്ങൾക്ക് അതിനോട് ഒരു യോജിപ്പില്ല, പക്ഷേ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇത് പറ്റില്ല. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, എ ഗുഡ് ജനറൽ നോസ് വെൻ ടു വിഡ്രോ. അങ്ങനെ അവസാനം ഈ ഷൂട്ടിംഗ് മടക്കി കെട്ടി ഈ വാട്ടർ എന്ന് പറഞ്ഞ സിനിമ അവസാനം പോയത് ശ്രീലങ്കയിൽ പോയിട്ടാണ് ഷൂട്ട് ചെയ്തത്. എത്രയോ കാലമായി നമ്മുടെ നാട്ടിൽ അധികാരത്തിൽ ഇരിക്കുമ്പോഴും ഇരിക്കാതിരിക്കുമ്പോഴും ഇന്ത്യയിലെ തീവ്ര മതപക്ഷം സിനിമകൾക്കെതിരെ, നാടകങ്ങൾക്കെതിരെ, പുസ്തകങ്ങൾക്കെതിരെ, പാഠഭാഗത്തിനെതിരെ വലിയ കലാപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇതിനൊരു ഔദ്യോഗിക പദവി കൈവന്നിരിക്കുകയാണ്. 2015 മുതൽ സെൻസർ ബോർഡ് തന്നെ വന്നിട്ട് പറയുകയാണ്, ഒബ്സീനായിട്ടുള്ള വാക്കുകൾ അത് പറ്റില്ല, ഇത് പറ്റില്ല. ഇപ്പോൾ ജാനകിയുടെ കാര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഒരു സെൻസർ ബോർഡിന് പറയാൻ പറ്റുക, സെൻസിബിളായിട്ട് സെൻസർ ബോർഡിന് പറയാൻ പറ്റുക? അന്യമതസ്ഥൻ വന്ന് ഹിന്ദു മതസ്ഥയായ അതും സീതയുടെ പേരുള്ള ഒരാളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. സീതാദേവിക്ക് 111 നാമങ്ങളുണ്ട്. അപ്പോൾ നാളെ ഈ 111 നാമങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കും. ഇന്ത്യയിലെ 80% ആളുകളുടെയും പേര് ഏതെങ്കിലും ദൈവവുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഈ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ നാളെ മുതൽ ഇത് മുഴുവൻ ചെയ്യേണ്ടി വരില്ലേ? അപ്പോൾ എങ്ങനെ സിനിമ എടുക്കും, എങ്ങനെ കഥ എഴുതും, എങ്ങനെ നമുക്കൊരു സാങ്കല്പിക സംഭാഷണം എഴുതാൻ പറ്റും? എൻ്റെ അഭിപ്രായത്തിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രത്യേകത, കേരളത്തിൽ എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഇനി ഇങ്ങനെ ഒരു സിനിമ ആലോചിക്കുക പോലുമില്ല. ഞാൻ മനസ്സിലാക്കുന്ന സിനിമയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഡൽഹിയിലും ബോംബെയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് എത്രയോ കാലമായി ഇത് നിലവിൽ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ OTT പ്ലാറ്റ്ഫോംസിലേക്ക് പോയാലോ, അവിടെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. OTT പ്ലാറ്റ്ഫോംസിൽ വരുന്ന സാധനങ്ങളെയും വളരെ കൃത്യമായി കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് OTT പ്ലാറ്റ്ഫോമിൽ പറ്റില്ല, സിനിമ ചെയ്യാൻ നോക്കിയാൽ അത് പറ്റില്ല. ഓർത്ത് വരുന്ന സന്തോഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര രസകരമായൊരു സിനിമ, അത് അവസാനം UK ഓസ്കാർ എൻട്രി ആയിട്ട് പോയി, ഒഫീഷ്യൽ എൻട്രി ആയിട്ട് പോയി. ഇന്ത്യയിൽ അതിന് ഇപ്പോഴും പ്രദർശനാനുമതി ഇല്ല. അന്നത് വലിയ വലിയ വിവാദമായതാണ്. അങ്ങനെ ഉദാഹരണം പറഞ്ഞു പോയാൽ നമുക്ക് എത്ര ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ ഒറ്റ കാര്യം എടുത്ത് നോക്കൂ, ഈ ഫിലിം സെൻസർ ബോർഡ്, ആക്ച്വലി സെൻസർ ബോർഡ് എന്നല്ല എൻ്റെ പേര്, സർട്ടിഫിക്കേഷൻ്റെ ബോർഡാണ്. സെൻസർ ബോർഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവരുടെ ജോലി ഇപ്പോൾ അതായി മാറുകയാണ്. അവിടെ ഇപ്പോൾ നിലവിലുള്ള സിനിമകളുടെ അല്ലാതെ പഴയ സിനിമകളുടെ കാര്യത്തിൽ എത്ര കട്ടാണ് ഏർപ്പെടുത്തിയതെന്ന് നിങ്ങൾ നോക്കിയാൽ കിട്ടില്ല. ഓൺലൈനിൽ അതില്ല ഇപ്പോൾ. ഇനി ചില സിനിമകൾക്ക് നിങ്ങൾക്കൊരു സെൻസർ ബോർഡ് ഒരു പരാതി കൊടുത്താൽ, സെൻസർ ബോർഡ് ഒരു വിഷയം വന്ന് ആ സെൻസർ ബോർഡ് തീരുമാനമെടുത്താൽ അതിന് മുകളിൽ ഫിലിം സർട്ടിഫിക്കേഷൻ അപ്ലൈ ട്രൈബ്യൂണൽ FCAT എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ സംവിധാനം ഒരു റിട്ടയർഡ് ജഡ്ജിൻ്റെ നേതൃത്വത്തിൽ ഈ നമ്മുടെ സെൻസർ ബോർഡ് എന്ന് വിളിക്കുന്ന സർട്ടിഫിക്കേഷൻ ബോർഡിൻ്റെ തീരുമാനങ്ങളെ പുനഃപരിശോധിക്കാനുള്ള വേദിയായിരുന്നു. 2021 അത് റദ്ദാക്കി. അപ്പോൾ എന്താ പ്രശ്നം? നിങ്ങൾക്ക് സെൻസർ ബോർഡിൽ ഒരു പ്രശ്നമുണ്ട്. സെൻസർ ബോർഡ് നിങ്ങളുടെ സിനിമയ്ക്ക് അവതരണാനുമതി നിഷേധിച്ചാൽ, ഇങ്ങനത്തെ അബ്സേർഡായിട്ടുള്ള അസംബന്ധമായ കട്ടുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കോടതിയിലേ പോകാൻ പറ്റൂ. കോടതി പോയാൽ എത്ര കാലം നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പറ്റും? ഇന്ന് അദ്ദേഹം പറഞ്ഞില്ല, പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, എന്തുകൊണ്ടാണ് കോടതി നിങ്ങൾക്ക് അനുകൂലമായിരുന്നു, അല്ലേ? കോടതി അനുകൂലമായത് ഇതൊന്നും ശരിയില്ല എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ സംവിധായകനും നിർമ്മാതാക്കൾക്കും ഇത് മതിയേ, ജാനകി V എങ്കിൽ ജാനകി V, ജാനകി K എങ്കിൽ K, വേണമെങ്കിൽ ജാനകിയുടെ പേര് മാറ്റി ഇനി ആണിൻ്റെ പേര് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ആക്കാം എന്ന മനോഗതിയിലെത്തി? എന്തുകൊണ്ടാണ്? ഈ കോടതിയിൽ ജയിച്ചാൽ വേറെ കോടതിയുണ്ട്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചുണ്ട്, സുപ്രീം കോടതിയുണ്ട്. ചൗപ്പട്ട് രാജാവിൻ്റെ കീഴിലുള്ള ആളുകൾ അവിടം വരെ പോകും. അത്രയും അബ്സേർഡായിട്ടുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു കുതിരകയറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇനി ഒരാൾക്കും തിരിച്ചൊരു കാര്യം എഴുതാനുള്ള ഒരു ധൈര്യം പോലും ഉണ്ടാവില്ല. ഭൂലെയെക്കുറിച്ചുള്ള സിനിമയുടെ കഥ നമ്മൾ കഴിഞ്ഞ വർഷമാണ് നമ്മൾ കണ്ടത്. ഭൂലെ എന്ന് പറയുന്ന സാമൂഹിക പരിഷ്കർത്താവിൻ്റെ സിനിമയ്ക്ക് പറഞ്ഞ കട്ടെന്താണെന്നറിയാമോ? 3000 വർഷമായി നടക്കുന്ന അടിമത്തത്തിൻ്റെ കഥ. അത് 3000 വർഷം എന്ന് പറയാൻ പറ്റില്ല, കുറേ കാലമായി ഇന്ത്യയിൽ നിലനിന്ന അടിമത്തത്തിൻ്റെ കഥ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യണമെന്നാണ്. അതടക്കം കുറേ കട്ടുകൾ പറഞ്ഞു. അവസാനം ഭൂലെ എന്ന് പറഞ്ഞ സിനിമയുടെ കാര്യത്തിലും ഇതുപോലെ തന്നെ കട്ടുകളോടുകൂടി ഈ സംവിധായകനും തീരുമാനിക്കേണ്ടി വന്നു. സിനിമ അവർ പറയുന്നത് പോലെ ചെയ്യാൻ. ഈ കഥ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ചോപ്പട്ട് രാജയാണ് എൻ്റെ വിഷയം സിനിമ പോലുമല്ല. ഇന്ന് ജൂലൈ മാസമാണ്. 2021 മരിച്ച ഒരു മനുഷ്യൻ്റെ 4ാം വാർഷികമാണ്. ഫാദർ സ്റ്റാൻ സ്വാമി എന്ന് പറഞ്ഞ മനുഷ്യൻ, 84 വയസ്സുള്ള ഒരു പാതിരി. ആ മനുഷ്യൻ നക്സലൈറ്റുകൾക്ക് വേണ്ടി ഇന്ന BJP നേതാവിനെ പിടികൂടണമെന്ന് പറഞ്ഞ് ഇമെയിൽ സന്ദേശം അയച്ചെന്ന് പറഞ്ഞ് പിടിച്ച് ജയിലിലിട്ട് അയാൾ മരിച്ചിട്ട് 4ാം വാർഷികമാണ് ഈ ജൂലൈ.
കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ മരണവാർഷികം. ഡൽഹി കലാപം നടന്നു. ഡൽഹി കലാപം നടന്നത് 2020-ലാണ്. ഉമർ ഖാലിദ് അടക്കമുള്ള ആളുകൾ ജയിലിൽ കിടന്നിട്ട് ഇപ്പോൾ 4 വർഷമാകുന്നു. 2022-ൽ ഉമർ ഖാലിദിൻ്റെയും കൂടെയുള്ള ആളുകളുടെയും ബെയിൽ ആപ്ലിക്കേഷൻ വന്നു കോടതിയിൽ. ഇതുവരെ കോടതി ആ ബെയിൽ ആപ്ലിക്കേഷൻ കേട്ട് കഴിഞ്ഞിട്ടില്ല. ചൗപ്പട്ട് രാജ ഭരിക്കുന്ന നാട്ടിൽ സിനിമയെന്നല്ല എല്ലാ സമസ്ത മേഖലയിലും അസംബന്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇതിനകത്ത് ലോജിക്ക് മനസ്സിലാവില്ല. പക്ഷേ അതാണ് നാട്ടിലെ നിയമം. നിങ്ങളുടെ കഴുത്തും നമ്മുടെയൊക്കെ കഴുത്തും പറ്റിയ ഒരു കയർ വന്നാൽ കുരുങ്ങി തൂങ്ങും. അതാണ് യാഥാർത്ഥ്യം. ജാൻകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇതൊരു തുടക്കമോ ഇതൊരു അവസാനമോ അല്ല. തീർച്ചയായും അത് ചൗപ്പട്ട് രാജയുടെ ഭരണത്തിൽ അതെല്ലാം നടക്കും. അതിനോട് പോരാടണമോ അതോ കഴുത്ത് നീട്ടിക്കൊടുക്കണമോ എന്നുള്ളതാണ് ചോദ്യം. മറ്റു വഴിയില്ല. ഇത്രയും വലിയ പണമുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യും? നിങ്ങൾ ഇത്രയും പണം മുടക്കി ഒരു സിനിമ എടുത്ത് ചെല്ലുമ്പോഴത്തേക്കും 22 കട്ട് എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് അങ്ങനെയല്ല എല്ലാവരും സിനിമാ മേഖലയിൽ നിന്നവർ കാണുന്നത്. നമുക്ക് Meet the editors.